കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബിനു അടിമാലിയും അതിന്റെ ബിനീഷ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ വിഷയം. ആരാണ് ബിനീഷ്, എന്താണ് ബിനു അടിമാലിയും അതിന്റെ ബിനീഷ് തമ്മിലുള്ള ഇഷ്യൂസ്, പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്ലാറ്റ്ഫോമുകളും കാണുന്നുണ്ട്. എന്താണ് ഇവർ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, നമുക്കൊന്ന് പരിശോധിക്കാം. ആരാണ് ബിനീഷ്? നമുക്കെല്ലാവർക്കും അറിയാം, ബിനു അടിമാലി എന്ന് പറയുന്ന ആളുടെ ഒരു സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടുവന്നിരുന്ന ആളാണ് ഈ ബിനീഷ് എന്ന് പറയുന്ന ആള്. കാര്യം ബിനു എന്ന് പറയുന്ന ഒരാള് സോഷ്യൽ മീഡിയയിലുള്ള ഒന്നും വല്ലാട്ടൊന്നും ശ്രദ്ധിക്കാറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഈ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക്, ബിനു അടിമാലിയുടെ ഫേസ്ബുക്കും അതേപോലെ വാട്സപ്പ്, യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സണൽ മാനേജറാണ്. ഇയാളുടെ ഒരു സോഷ്യൽ മീഡിയ പേഴ്സണൽ മാനേജറാണ് ബിനീഷ് എന്ന് പറയുന്ന ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിനീഷിന് മാത്രമേ അറിയാവുള്ളൂ ഇതിനകത്ത് എന്തൊക്കെ മെസ്സേജുകളാണ് വരുന്നത്, എന്തൊക്കെയാണ് കാര്യം. ഇതൊന്നും ബിനു ശ്രദ്ധിക്കാറും കാര്യങ്ങളൊന്നുമില്ല. കാര്യം ബിനു എന്ന് പറയുന്ന ആള് നേരെ പ്രോഗ്രാമിന് പോകുന്ന, പരിപാടി അവതരിപ്പിക്കുന്ന, കാശ് മേടിക്കുന്ന, തിരിച്ചു വരുന്നു, ഇതൊക്കെ തന്നെ ഉള്ളൂ. കാര്യം ഈ സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും വലിയൊരു ബന്ധമോ കാര്യങ്ങളൊന്നും നമ്മളെ ബിനു എന്ന് പറയുന്ന ആളിനില്ലായിരുന്നു. അപ്പോൾ അതിന്റെ പേരിൽ തന്നെ ഇതിനകത്ത് ആരൊക്കെ മെസ്സേജ് അയക്കുന്നു, എന്തൊക്കെ തരത്തിലുള്ള മെസ്സേജ് അയക്കുന്നു, ഇതൊന്നും നമ്മുടെ ബിനുവിന് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ബിനുവിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ കൗണ്ടറുകളുടെയൊക്കെ രാജാവാണെന്ന് സ്വയം വിശേഷിപ്പിച്ച് കിടക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ബിനു അടിമാലി. കാര്യം ഇദ്ദേഹത്തിന്റെയൊക്കെ മെയിനായിട്ടുള്ള കോമഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടുവരുന്നത് പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് മെസ്സേജ്, അങ്ങനെയുള്ള ബോഡി ഷെയ്മിങ് കമന്റുകൾ, ഇതൊക്കെയാണ് ബിനു ഇപ്പോൾ എന്താണ് പഴയ നൂറ്റാണ്ടൊന്നും മാറിയിട്ടില്ല, ഇപ്പോഴും അതൊക്കെയാണ് ഇപ്പോഴും കൗണ്ടറുകൾ എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ ആൾക്കാരെ വളിച്ച കോമഡികളിലൂടെയൊക്കെ കൊണ്ടുവന്ന ഒരാളാണ് ഈ ബിനു അടിമാലി എന്ന് പറയുന്ന ആൾ. അതിന്റെ പേര് തന്നെ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വൃത്തിയിട്ട മെസ്സേജുകളും അതിന് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഇടുമ്പോൾ അതിന് ആരെങ്കിലും അടക്കം ഉള്ള ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്തും പല രീതിയിലുള്ള വൃത്തിയിട്ട മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരാറ് പതിവാണ്. ഇതൊക്കെ സാധാരണ നമ്മുടെ ബിനു എന്ന് പറയുന്ന ആൾ ശ്രദ്ധിക്കാറില്ല. കാര്യം ഇയാൾക്ക് ഈ സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും വലിയ ബന്ധമില്ല. കാര്യം ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ ബിനീഷാണ്. അതിന്റെ പേര് തന്നെ ഈ ഇങ്ങനെ ഇതിനടിയിൽ വരുന്ന വൃത്തികെട്ട മെസ്സേജുകളൊക്കെ ഒരു ബിനീഷ് സാധാരണ ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവ്. അപ്പൊ അതിന്റെ പേര് തന്നെ ഈ ഇതിനകത്ത് വരുന്ന കമന്റുകളും കാര്യങ്ങളൊന്നും ബിനു അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ ബിനു അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തെറ്റിയുണ്ടായി. തെറ്റിയ സമയത്ത് ഈ ബിനു അടിമാലി എന്താണ് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ തിരിച്ചു വെച്ചു. ബിനു അടിമാലിക്ക് ഈ ബിനീഷ് ഇതെല്ലാം തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബിനീഷിന്റെ കോൾ വരികയാണ്, എന്റെ ആരുടെ ബിനു അടിമാലിയുടെ. എന്നിട്ട് പറയുന്നത് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നീ ഹാക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആര് സംസാരിക്കുന്നത്, ബിനു അടിമാലി സംസാരിക്കുന്നത്. അങ്ങനെ ബിനീഷ് പറയുന്നത് ഞാൻ നിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഹാക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ബിനു അടിമാലി ബിനീഷിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കും, സൈബർ സെല്ലിൽ കംപ്ലൈന്റ് നിന്നെ പിടിപ്പിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞ അവർ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ബിനീഷിന് സൈബർ സെല്ലിൽ നിന്ന് കോൾ വരികയാണ്. അങ്ങനെ സ്റ്റേഷനിലോട്ട് ചെല്ലാം. അങ്ങനെ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ബിനീഷ് പറയുണ്ടായി ഞാൻ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചു കൊടുത്തതാണ്, കാര്യം പാസ്വേഡ് സഹിതം തിരിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ബിനു അടിമാലി എന്തോ ഫോൺ പുതിയ മേടിച്ചിട്ട് ഈ എന്താണ് 1-2 വട്ടമൊക്കെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫേസ്ബുക്കിനകത്തൊക്കെ എന്ന് വെച്ചാൽ 2 വട്ടം 3 വട്ടമൊക്കെ പാസ്വേഡ് തെറ്റിയടിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ ആര് ബ്ലോക്ക് ചെയ്യും, ഫേസ്ബുക്ക് തന്നെ ബ്ലോക്ക് ചെയ്യാറുണ്ട് പതിവാണ്. അപ്പോൾ അങ്ങനെ എന്തോ ബ്ലോക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ബിനീഷ് സ്റ്റേഷനിൽ പറയുന്നത്. പക്ഷേ പോലീസുകാർ എന്നിട്ട് പറയുന്നു എന്താണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ ഇത് ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ല നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നാണല്ലോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർ തമ്മിൽ പിരിഞ്ഞു പോവുകയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മുടെ എന്താണ് ഇയാളുടെ അക്കൗണ്ട് അങ്ങ് ക്ലിയർ ആയെന്നാണ് നമുക്ക് അറിഞ്ഞത്. ക്ലിയർ ആയതിനു ശേഷമാണ് പിന്നാണ് ഈ ഇഷ്യൂസിന്റെയൊക്കെ കറക്കാനുള്ള തുടക്കം. കാര്യം പിന്നേക്ക് ആൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കും കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഈ വീഡിയോയ്ക്കും ഫോട്ടോസിനും ഒക്കെ അടിയിൽ തുരുതുരാന്ന് പറഞ്ഞ് ഇങ്ങനെ വൃത്തികെട്ട മെസ്സേജുകളും കമന്റുകളും ഒക്കെ തെറിവിളികളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിനു അടിമാലി വിചാരിക്കുക എന്താ ഇതെല്ലാം ആരാ ജയിപ്പിക്കുന്നത്, ഇതെല്ലാം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബിനീഷാണെന്ന്. അങ്ങനെ വീണ്ടും ആർക്ക് കോൾ വരുന്നു, ബിനീഷിന് കോൾ വരുന്നു, നീ എന്നെ മനഃപൂർവ്വം ആൾക്കാരെ കൊണ്ട് തെറി വിളിപ്പിക്കുന്നു, മറ്റേ ജയിപ്പിക്കുന്നു, മറിച്ച് ജയിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിനീഷ് പറയുന്നുണ്ട് ഇത് ഞാൻ ചെയ്യുന്നതല്ല, നേരത്തെ ഇതേ കൂടെ ഒക്കെ വരാറുണ്ടായിരുന്നു. ഏകദേശം 100 മെസ്സേജൊക്കെ വരുമ്പോൾ 40 മെസ്സേജൊക്കെ തന്നെ ഈ തെറി വിളിച്ചുകൊണ്ടൊക്കെയുള്ള മെസ്സേജാണ്, അതൊക്കെ ഡിലീറ്റ് ചെയ്യാറ് പതിവാണ്. പക്ഷേ ഇതൊന്നും നീ അന്ന് നോക്കാത്തതിന്റെ പേരിലാണെന്ന് കാണാത്തതെന്നൊക്കെ ആര് പറയുന്നുണ്ട്, ബിനീഷ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇയാൾ മൈൻഡ് ചെയ്തില്ല. ഇയാൾ പറയുന്നതാണ് ഇതൊക്കെ ഈ ഇഷ്യൂസ് ഒക്കെ അതിന്റെ പേരിൽ ഈ ബിനീഷ് ഇയാളെ ചെയ്യിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തെറി വിളിപ്പിക്കുകയാണെന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ബിനീഷ് പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊന്നല്ല. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ബിനു അടിമാലി എന്ന് പറയുന്ന ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഈ എന്താണ് കക്ഷി അങ്ങനെ ഒരു മൂഡാണ്. കാര്യം നമുക്കെല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ഒന്നും നമ്മുടെ ബിനു അടിമാലി എന്ന് പറയുന്ന ഒരാളെ ഇഷ്ടമല്ല. കാര്യം വേറെ കൊണ്ടല്ല, കക്ഷിയുടെ ആ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡും കക്ഷിയുടെ ആ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള തഗ്ഗുകളും അതേപോലെ ആ രീതിയിലേക്കുള്ള പ്രസന്റേഷനാണ് കക്ഷി ഒട്ടുമിക്ക പ്രോഗ്രാമുകളിലും പങ്കുവെക്കാറുള്ളത്. അതിന്റെ പേര് തന്നെയാണ് കേട്ടോ. അതിന്റെ പേര് തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ കമന്റായിട്ട് മെസ്സേജായിട്ടൊക്കെ തെറിവിളിയൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും കക്ഷി അറിയുന്നില്ലായിരുന്നു. അതാണ്
പിന്നെ ബിനു അടിമാലി ഇതോട്ട് ഈ ബിനീഷിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം, ഇനി നിന്നെ വിളിക്കുന്നത് ഞാനായിരിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറെ 1-2 ആൾക്കാർ ഈ ബിനീഷിനെ വിളിച്ചെന്ന് പറയുന്നു. ഈ ഗുണ്ടകൾ ആരാണ്ടൊക്കെയാണ് വിളിച്ചെന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബിനീഷ് അടിമാലി അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിന്റെ കാര്യത്തിന് വേണ്ടി ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അങ്ങാണ്ട് ബിനീഷ് അടിമാലിയെ ഈ ബിനു അടിമാലി അങ്ങോട്ട് ഏകദേശം 10-40 ആൾക്കാരുള്ള സമയത്താണ് എന്നാണ് പറയുന്നത്. 10-40 ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് റൂമിലേക്ക് കയറ്റുന്നു. റൂമിൽ കയറ്റിയതിനു ശേഷം ബിനു അടിമാലി എന്താണ് ഈ ബിനീഷിനെ കഴുത്തിന് പിടിച്ചേക്കുന്നു, അതിനെ ക്യാമറ അടിച്ച് പൊട്ടിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ ബിനീഷ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് പറയുന്നത്. എന്നിട്ട് ബിനീഷ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിനു അടിമാലി എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ കൊന്നുകളയും എന്നുള്ള രീതിയിലൊക്കെയാണ് ബിനീഷ് അടിമാലി സംസാരിച്ചതെന്നാണ് കശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബിനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ കണ്ടും കാണും. എന്തായാലും ഇപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ആര് വന്നിട്ടുണ്ട്? നമ്മുടെ ബിനു അടിമാലി വന്നിട്ടുണ്ട്. ബിനു അടിമാലി പറയുന്നത് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും ക്യാമറ അടിച്ച് പൊട്ടിക്കത്തില്ല. ഇപ്പൊ വന്നേക്കുന്ന ആരെ ചാനലിനകത്താണെന്ന് അറിയോ? നമ്മുടെ സൂരജ് പാലക്കാരന്റെ കാര്യം. ഇതൊക്കെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സൂരജ് പാലക്കാരന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. പക്ഷെ ഇതിനകത്ത് എന്തോ ആരാണ്ട് സംരക്ഷിക്കാൻ വേണ്ടി ഒക്കെ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഉള്ളവരും പറയട്ടെ അതിന്റെ പേര്. പിന്നെ ഈ ബിനു അടിമാലിയുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം കശി എപ്പോഴും ഒരു സങ്കട ബേസിലാണ്. അതെന്താണ് ഒരു കരഞ്ഞോണ്ടൊക്കെയുള്ളൊരു പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയാനുള്ളത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ക്യാമറ തല്ലി പൊട്ടിക്കുവോ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ കശി പറയുന്ന പറഞ്ഞാൽ ഈ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം തിരിച്ചു മേടിച്ചത് എന്തുകൊണ്ടാണെന്നാണ് നമ്മുടെ ബിനു അടിമാലി പറയുന്നത്. കാര്യം ഇയാൾ അറിയാതെ എന്തൊക്കെ ആടും കാര്യങ്ങളൊക്കെ ഈ ബിനീഷ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന് പൈസ മേടിക്കുന്നുണ്ടായിരുന്നു, അതിന്റെ പേരിലാണ് ഈ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ തിരിച്ചു മേടിച്ചത് എന്നുള്ള രീതിയിലാണ് ആ രീതിയിലാണ് നമ്മുടെ ബിനു അടിമാലി ഇപ്പോൾ നമ്മുടെ സൂരജ് പാലക്കാരന്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ അതുവരെ വന്ന് നിൽക്കുകയാണ് പ്രശ്നങ്ങൾ. ഇനി ഇത് എങ്ങോട്ട് പോകും? അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. എന്തായാലും നമുക്ക് കണ്ടറിയാം. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ ഒന്നുണ്ടെങ്കിൽ കെട്ടടങ്ങും, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് മൂർച്ഛിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. സൈനിങ് ഓഫ്. നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.